ഹലോ. അതിരടി സിനിമ കണ്ടിരിക്കുകയാണ്. ഞാൻ അതിൽ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസ്, പിന്നെ കുറച്ച് സിനിമ റിവ്യൂസ് കുറേയൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. അതിരടി ഓവറോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്യാരക്ടേഴ്സ് എല്ലാവരും നന്നായി ചെയ്തു. ടൊവിനോ, ബേസിൽ ജോസഫ്, ഡെലൂലു, പിന്നെ വിഷ്ണു അഗസ്ത്യ, ഡയറക്ടർ അരവിന്ദൻ. അത് നല്ലൊരു മേക്കറാണെന്ന് തെളിയിച്ചു എന്ന് വേണമെങ്കിൽ നല്ലൊരു മേക്കിംഗ്. ഓവറോൾ പടം നല്ല ഇവിടെയും എന്താ കോംപ്രമൈസ് ചെയ്യാണ്ട് നല്ലൊരു മേക്കിങ്ങിലൂടെ നമുക്ക് തന്നതിന് താങ്ക്സ്. പിന്നെ ഒരു പക്ക ഫെസ്റ്റിവൽ മൂഡിൽ പടം കൊണ്ടെത്തിച്ചു. കാരണം നമുക്ക് ആ സിനിമ ഫെസ്റ്റ് ശരിക്ക് സിനിമയിൽ നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ അദ്ദേഹം ആ ഒരു മേക്കിങ്ങിലൂടെ സാധിച്ചിട്ടുണ്ട്. നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഉണ്ട് സിനിമയുടെ ആ ഒരു ഫെസ്റ്റ് നടക്കുമ്പോൾ. കോളേജിൽ പഠിച്ചവർക്ക്, ആ ഒരു ഡിഗ്രി ലൈഫ്, എൻജിനീയറിംഗ് ലൈഫ് പഠിച്ചവർക്ക് കോളേജ് ലൈഫ് ശരിക്ക് അങ്ങനെ മിസ്സാവും. കാരണം അതാണ് ഫെസ്റ്റാണ് മെയിനായിട്ട് കാണിക്കുക. ഫെസ്റ്റ് എന്തുകൊണ്ട് ഒരു ഫെസ്റ്റ് നടന്നു, ആ ഫെസ്റ്റിലുണ്ടായിരുന്ന കുറച്ച് അനുഭവം കാരണം ഫെസ്റ്റ് നടക്കുന്നില്ല. അപ്പോൾ ബേസിൽ ഏറ്റെടുത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങളും അവൻ അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളും അതിനിടെ ടൊവിനോ വന്ന് കയറുന്നതും അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അതിൽ കുറച്ച് ക്യാമിയോസ് കണ്ട് അടിപൊളിയാണ്. പിന്നെ പറയാനുള്ളത് ഷാൻ റഹ്മാൻ, പിന്നെ വിനീത് ശ്രീനിവാസ്. വിനീത് പിന്നെ ഭയങ്കരമായിട്ട് കോപ്പറേറ്റീവ് നല്ല ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ടൊവിനോ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് ടൊവിനോയുടെ ഇഷ്ടം വീണ്ടും കൂടി വരിക. കാരണം ഹീസ് എ സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് ആവാൻ പറ്റും. അടുത്ത സൂപ്പർ സ്റ്റാർ എന്തായാലും ഞാൻ പറയുന്നു ടൊവിനോയ്ക്ക് പറ്റും. ടൊവിനോ അതിനുണ്ട് ഓവറോൾ പാക്കേജായിട്ട് അവിടെ ഉണ്ട്. നല്ലൊരു ഡയറക്ടേഴ്സ്, നല്ലൊരു ആൾക്കാർ കൈ കിട്ടിയ മച്ച വേറെ ലെവലായിട്ട് പോവും. വില്ലനായിക്കോട്ടെ, റൊമാൻറ്റിക് ഹീറോ ആയിക്കോട്ടെ, ഒരു ആൽഫാമെയിലായിട്ടുള്ള ഹീറോ ക്യാരക്ടേഴ്സ് സത്യമായിട്ട് ഹീ ക്യാൻ ഡു ഇറ്റ്. അത്രേ ഉള്ളൂ പറയാനുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ബേസിലിനെ പിന്നെ നമുക്ക് പറയണ്ട. ബേസിലായതുകൊണ്ട് ചിരിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ വിഷ്ണു അഗസ്ത്യ ആളുടെ ഒരു ഇമോഷൻ നിറഞ്ഞ ഒരു ക്യാരക്ടർ, അത് ഭയങ്കരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെലൂലു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അത് സിനിമയിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ളതൊന്നും ഇല്ല. കാരണം നമുക്കൊരു സിനിമയാണ്, എൻ്റർടൈൻമെൻ്റ് ആണ്. അത് എൻ്റർടൈൻമെൻറ്റ് നമുക്ക് പ്രേക്ഷകർക്ക് കണക്ട് ചെയ്യാവുന്ന രീതിയിൽ എടുത്തു വെച്ചാൽ നമ്മൾ ഇഷ്ടപ്പെടും. അതല്ലാതെ നമുക്ക് പ്രേക്ഷകർക്കെതിരായിട്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ എടുത്തു വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് അത് പ്രേക്ഷകർക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത് ആ രീതിക്ക് എടുക്കണം. സിനിമയാണ്, അപ്പോൾ അത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നൊക്കെ നോക്കണം. ഞങ്ങളിത് തരുള്ളൂ, അത് നിങ്ങൾ കണ്ടോളൂ. ആ ഒരു വൈബല്ലാണ്ട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചേരുവകൾ ചേർത്തിട്ട് അത് മനസ്സിലാക്കിയിട്ട് ഇറക്കുമ്പോൾ ഇതുപോലത്തെ പടങ്ങൾ കിട്ടും, നമുക്ക് ഇഷ്ടപ്പെടും. നല്ല മ്യൂസിക്കാണ്, വിഷ്ണു വിജയൻ നല്ല മ്യൂസിക്കാണ്. അത് പടത്തിന് പറ്റിയ വൈബോസ്കി ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. അത്രയേ ഉള്ളൂ.